ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന സിബിഐ ആവശ്യം ഹൈക്കോടതി തള്ളി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് വ്യാപനം കുറയുന്നതായി ആരോഗ്യമന്ത്രാലയം. തൃശൂർ അന്തിക്കാട് കൊലക്കേസിലെ 2 പ്രതികൾ ഗോവയിൽ പിടിയിലായി. കഞ്ചിക്കോട് മദ്യദുരന്തത്തിൽ പാലക്കാട് കളക്ടറോടും പോലീസിനോടും മന്ത്രി എ കെ ബാലൻ റിപ്പോർട്ട് തേടി. ആലപ്പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തിൽ നിന്നും വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന സിബിഐ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇക്കാര്യത്തിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സിബിഐ നിലപാടിനെ ഹൈക്കോടതി വിമർശിച്ചു. സത്യവാങ്മൂലം ഡയറക്ടറുടെ പരിശോധനയ്ക്ക് അയച്ചതായി സിബിഐ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വരാനാണ് സിബിഐ ശ്രമിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ പ്രതിദിന കോവിഡ് വ്യാപനത്തിന്റെ പ്രവണത രാജ്യത്ത് രോഗികളുടെ എണ്ണം കുറയുന്നതിന്റെ തെളിവാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച മഹാരാഷ്ട്ര, കർണാടകം, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥിതിഗതി വിലയിരുത്തിയാണ് നിഗമനം. മഹാരാഷ്ട്രയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ഒരു മാസത്തിനിടെ 22,000-ൽ നിന്നും 9,000-ലേക്ക് എത്തി. ആന്ധ്രാപ്രദേശിൽ പ്രതിദിന രോഗികൾ 9,500 ആയിരുന്നത് ഇപ്പോൾ 4,000-ന് താഴെയായി. രോഗസ്ഥിരീകരണം കുറയുന്ന പ്രവണതയ്ക്ക് തെളിവാണിതെന്നും രോഗികളുടെ എണ്ണം തുടർച്ചയായി 4-ാം ദിവസവും 8 ലക്ഷത്തിൽ താഴെയാണെന്നും ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് പരിശോധനയിൽ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരുടെ നിരക്ക് തുടർച്ചയായി 4-ാം ദിവസവും 8% താഴെ തുടരുന്നു. നിലവിൽ ഇത് 7.94%. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ തോത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതായി ഇത് വ്യക്തമാക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. പരിശോധനകളുടെ എണ്ണം സ്ഥിരമായി വർദ്ധിപ്പിച്ചത് ഇതിന് സഹായകമായെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഇന്നലെ കൂടുതൽ പേർ കോവിഡ് രോഗമുക്തി നേടി. 7,469 പേർക്ക് രോഗം ഭേദമായപ്പോൾ 5,022 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 36,599 സാമ്പിൾ പരിശോധനകളാണ് ഇന്നലെ നടത്തിയത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ, 910. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 500-ന് മുകളിലാണ്. 24 മണിക്കൂറിൽ മറ്റ് ജില്ലകളിലെ രോഗികളുടെ എണ്ണം 500-ൽ താഴെയായി. 59 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 4,257 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗപകർച്ച. 647 പേരുടെ സമ്പർക്ക പശ്ചാത്തലം അറിയില്ല. സംസ്ഥാനത്ത് കോവിഡ് മരണം 1,182 ആയി. ഇന്നലെ 21 മരണങ്ങൾ രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് 92,731 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. കോവിഡ് എന്ന മഹാമാരിയിലൂടെ കാലം വലിയ അപകടസന്ധിയെ നേരിടുമ്പോൾ അത് മറികടക്കാനുള്ള ഏകമാർഗ്ഗം കരുതലും ജാഗ്രതയുമാണെന്ന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ആകാശവാണി വാർത്തകളോട്. പ്രതിവിധികൾ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മഹാവ്യാധി മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. ഇതിനെ മറികടക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി നാം പ്രവർത്തിക്കണം. അതിനുള്ള ഏക മാർഗം ആശങ്കയല്ല, കരുതലാണ്, ജാഗ്രതയാണ്. കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക, പുറത്ത് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ശാരീരികമായ അകലം പാലിക്കുക, മടങ്ങിയെത്തിയാൽ ഉടൻ സോപ്പ് ഉപയോഗിച്ച് കൈകൾ ശുദ്ധമാക്കുക. എല്ലാ നിലകളിലും കാര്യമായ കരുതലോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് ഈ കാലത്തിന്റെ അപകടത്തെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സന്ദേഹവുമില്ല. തിരുവനന്തപുരം പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ, അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മരിയപുരം, തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ തൊളിക്കോട്, അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ കടമ്പനാട്, വെമ്പനൂർ ജംഗ്ഷൻ, വെമ്പനൂർ എന്നീ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണായി കളക്ടർ നവജോത് ഖോസ പ്രഖ്യാപിച്ചു. ഇവയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്തണം. ഗർഭിണികളായ രോഗികൾക്ക് അവരുടെ കോവിഡ് നില കണക്കിലെടുക്കാതെ പ്രസവ ശുശ്രൂഷകളും മതിയായ ചികിത്സയും നൽകുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവു ഉത്തരവിട്ടു. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. കോവിഡ് സാഹചര്യം ചൂണ്ടിക്കാട്ടി നിരവധി രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് അയക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
കോവിഡ് വ്യാപനം രൂക്ഷമായ കോഴിക്കോട് ജില്ലയിൽ 87% പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയാണെന്ന് ജില്ലാ കോവിഡ് കൺട്രോൾ സെൽ അറിയിച്ചു. 6% പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. രണ്ടാഴ്ചയ്ക്കിടയിൽ കോവിഡ് ബാധിച്ചവരിൽ 98% പേരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. കോവിഡ് മൂലം ജില്ലയിൽ ഇതുവരെ 110 പേർ മരിച്ചു. ഇതിൽ 75% പേരും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജിൽ സ്ട്രോക്ക് കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള നൂതന സംരംഭങ്ങൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ DSA, ഡിജിറ്റൽ ഫ്ലൂറോസ്കോപ്പി, ഡിജിറ്റൽ മാമോഗ്രാം എന്നിവയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത്. 718.29 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിന്റെ ആദ്യഘട്ടമായി 58.37 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചു. രണ്ടാം ഘട്ടമായി 194.33 കോടി രൂപയും അനുവദിച്ചു. തൃശൂർ അന്തിക്കാട് നിധിൽ കൊലക്കേസിൽ 2 പ്രതികൾ ഗോവയിൽ അറസ്റ്റിലായി. കിഴക്കുമുറി KS സ്മിത്ത്, TB വിജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഗോവ അരമ്പോൾ ബീച്ചിൽ ഒളിവിലായിരുന്നു ഇവർ. ഇരുവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. പാലക്കാട് കഞ്ചിക്കോട്ടെ മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ആദിവാസി കോളനികളിൽ പോലീസും എക്സൈസും പരിശോധന ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വാളയാർ വനമേഖലയോട് ചേർന്ന ചെല്ലങ്കാവ് ആദിവാസി കോളനിയിലെ ബന്ധുക്കളും അയൽവാസികളുമായ 5 പേരാണ് മദ്യം കഴിച്ച് അവശനിലയിലായതിനെ തുടർന്ന് മരിച്ചത്. 4 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ അകത്ത് ചെന്ന ദ്രാവകത്തെക്കുറിച്ച് രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമേ വ്യക്തമാകൂ. ജില്ലയിലെ മുഴുവൻ ആദിവാസി പട്ടികവർഗ കോളനികളിലും പരിശോധനയും ബോധവൽക്കരണവും നടത്താൻ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ കള്ളുഷാപ്പുകളിൽ സാമ്പിളുകൾ പരിശോധിക്കും. സാനിറ്റൈസർ ദുരുപയോഗം, വ്യാജമദ്യ നിർമ്മാണം എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ബാലൻ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അദ്ദേഹം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടി. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരം CBI ഓഫീസിലാണ് മൊഴിയെടുക്കൽ. ആലപ്പുഴ ഇരവുകാട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട വാഹനത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. 18 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. 35 ലക്ഷം രൂപ വില വരും. 150 ഗ്രാം കഞ്ചാവും വാഹനത്തിൽ നിന്നും കണ്ടെത്തി. വാഹനം എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ജില്ലയിലെ വിവിധ ആദിവാസി ഊരുകളിൽ 15 ഊര് വിദ്യാകേന്ദ്രങ്ങൾക്ക് ഇന്ന് തുടക്കം. ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ നൽകുന്ന വിവരങ്ങൾ. മൂന്നാർ, അടിമാലി, കരിമണ്ണൂർ മേഖലകളിലായാണ് ഊര് വിദ്യാകേന്ദ്രങ്ങൾ അനുവദിച്ചത്. മറയൂർ തീർത്ഥമലക്കുടിയിൽ ഊര് വിദ്യാകേന്ദ്രങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം S. രാജേന്ദ്രൻ MLA നിർവഹിച്ചു. സമഗ്ര ശിക്ഷ ഇടുക്കി സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ചാണ് ഊര് വിദ്യാകേന്ദ്രങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകിയത്. ഒരു വിദ്യാകേന്ദ്രത്തിൽ അതേ വിഭാഗത്തിൽപ്പെട്ട ഊര് വിദ്യാ വോളണ്ടിയറാണ് ക്ലാസുകൾ നയിക്കുക. പഠന സാമഗ്രികളും വിവിധ പഠന പരിപോഷണ പരിപാടികളും ഈ കേന്ദ്രത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭ്യമാക്കും. കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക, തുടർച്ച ഉറപ്പാക്കുക, കൊഴിഞ്ഞുപോക്കിന്റെ കാരണങ്ങൾ കണ്ടെത്തുക, പ്രാദേശിക രക്ഷകർതൃ യോഗങ്ങൾ സംഘടിപ്പിക്കുക മുതലായ പ്രവർത്തനങ്ങളോടൊപ്പം ഊരുകളുടെ സംസ്കാരവും ഭാഷയും പഠന പ്രവർത്തനങ്ങളിൽ ഇഴചേരുന്ന രീതിയിലാണ് ഊര് വിദ്യാകേന്ദ്രങ്ങൾ ആരംഭിച്ചതെന്ന് SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ദുബായിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ അബുദാബിയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തി. വിനോദസഞ്ചാര മേഖലയിൽ തദ്ദേശ ജനതയ്ക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രദേശവാസികളെ പരിഗണിക്കാത്തതും പ്രകൃതിയെയും കലയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാത്തതുമായ പ്രവണതകളെ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ 3ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുതിർന്ന CPI നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായ VS അച്യുതാനന്ദന് ഇന്ന് 97ാം പിറന്നാൾ. പ്രിയ നേതാവിന് അണികൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആശംസകൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ലൈഫ് മിഷൻ കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന സിബിഐ ആവശ്യം ഹൈക്കോടതി തള്ളി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് വ്യാപനം കുറയുന്നതായി ആരോഗ്യ മന്ത്രാലയം. തൃശൂർ അന്തിക്കാട് കൊലക്കേസിലെ 2 പ്രതികൾ ഗോവയിൽ പിടിയിലായി. കഞ്ചിക്കോട് മദ്യദുരന്തത്തിൽ പാലക്കാട് കളക്ടറോടും പോലീസിനോടും മന്ത്രി എ കെ ബാലൻ റിപ്പോർട്ട് തേടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിങ്സ് 11 പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി വാർത്തകൾ 12:50-ന്.